ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 41-42 തിരുവചനങ്ങൾ. എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗിലെ ഒരധികാരിയായ ജായിറോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്നപേക്ഷിച്ചു. 12 വയസ്സോളം പ്രായമുള്ള അവൻ്റെ ഏകപുത്രി ആസന്ന മരണയായിരുന്നു. അവൻ പോകുമ്പോൾ ജനങ്ങൾ ചുറ്റും കൂടി അവനെ തിക്കിയിരുന്നു. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് തിരിച്ചു വരുന്ന രക്ഷകൻ. അവർക്കെല്ലാം അവനെ പിരിഞ്ഞിരിക്കുവാൻ പ്രയാസമായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു തിരുവചനം. അവർ അവനെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന കാഴ്ച. എന്നാൽ യഹൂദന്മാർ ആരാധിക്കുന്ന, പ്രാർത്ഥനയ്ക്കും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ദൈവത്തെക്കുറിച്ച് സംവാദിക്കുവാനും പോകുന്ന അവരുടെ സിനഗോഗിലെ അധികാരി ജായിറോസ് പൂർണ്ണമായും യേശുവിൽ തൻ്റെ വേദന, തൻ്റെ മനസ്സിൻ്റെ ഭാരം, തൻ്റെ സ്നേഹനിധിയായ 12 വയസ്സ് മാത്രം പ്രായമുള്ള ഏക മകളുടെ മരണത്തെ മുഖാമുഖം കാണുന്ന രോഗത്തിൻ്റെ കാഠിന്യത്തിൽ നിന്നും അവളെ രക്ഷിക്കുവാൻ ഈ യേശുവിന് മാത്രമല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്ന നല്ല ബോധ്യത്തോടെ, നല്ല വിശ്വാസത്തോടെ 33 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ്റെ മുൻപിൽ, അവൻ വിശ്വസിക്കുന്ന ലോകരക്ഷിതാവിൻ്റെ മുൻപിൽ മുട്ടുകൾ മടക്കുന്ന ജായിറോസ് യേശുവിൻ്റെ കാലുകൾ തൻ്റെ ഭവനത്തിലേക്ക് നടക്കണം എന്ന് അതിയായി ആഗ്രഹിച്ച് യേശുവിൻ്റെ കാൽക്കൽ വീണപേക്ഷിക്കുന്ന സമയം. സിനഗോഗിൻ്റെ അധികാരിയാണ് ആ മനുഷ്യൻ. എന്നാൽ ദൈവപുത്രൻ്റെ മുൻപിൽ അവൻ്റെ മകൾക്കു വേണ്ടി ആ സിനഗോഗിൽ കൂടി വരുന്ന സാധാരണ ജനങ്ങളുടെ മുൻപിൽ വെച്ച് മുട്ടുകൾ മടക്കി കുമ്പിട്ട് തലയുയർത്തി രക്ഷിതാവിനെ നോക്കി അവൻ്റെ സങ്കടം, അവൻ്റെ ഹൃദയം തകർന്നുള്ള അപേക്ഷ സമർപ്പിക്കുവാൻ അവന് ഒരു മടിയും ഇല്ലായിരുന്നു. അവൻ്റെ അധികാരത്തിൻ്റെ ഗർവോ ഞാനെന്ന ഭാവമോ സ്വന്തം രക്തബന്ധത്തിൽ ജനിച്ച ഏക മകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആ പിതാവിന് ആ സമയം ഇല്ലായിരുന്നു. ഇന്നും ദൈവം അധികാരിയായി ആക്കി വയ്ക്കുന്നവർ നമ്മുടെ ഇടയിലും ഉണ്ടാകാം, അല്ലേ? സ്വന്തം ഭവനത്തിൻ്റെ അധികാരിയായി വയ്ക്കുന്ന മാതാപിതാക്കൾ, സമൂഹത്തിൽ പല സ്ഥാനങ്ങളിലാക്കി വയ്ക്കുന്ന സ്ഥാനികൾ, ആരാധനാലയങ്ങളുടെ രക്ഷിതാക്കൾ, സ്ഥാപനങ്ങളുടെ രക്ഷാധികാരിയാക്കി വയ്ക്കുന്ന ഉടമകൾ, അങ്ങനെ നാം ഓരോരുത്തരുടെയും സ്വന്തം ആത്മാവിൻ്റെ രക്ഷിതാവായി തന്നെ നമ്മെ ആക്കി വയ്ക്കുന്ന ദൈവം, നാം ഏത് സ്ഥാനത്തായിരുന്നാലും നമ്മുടെ പ്രയാസകരമായ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ ഭവനത്തിലെ, നമ്മുടെ സ്വന്തക്കാരുടെ, നമ്മുടെ അയൽക്കാരുടെ ജീവിതത്തിൽ നമ്മെ ഏതിൻ്റെ രക്ഷാധികാരിയായി വച്ചിരിക്കുന്നുവോ ആ സ്ഥലത്തെ, ആ സ്ഥാപനത്തിലെ ഒരംഗത്തിൻ്റെ പ്രയാസകരമായ ജീവിത സാഹചര്യങ്ങളിൽ അധികാരിയുടെ പട്ടമഴിച്ച് വെച്ച് മുട്ടുകൾ മടക്കി രക്ഷിതാവിൻ്റെ മുൻപിൽ മനസ്സ് കലങ്ങി മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ജായിറോസിനെ പോലെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.